കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികളും ഒരുപക്ഷെ നേരിട്ടു എന്ന് വന്നേക്കാം. അങ്ങനെയുള്ള കയ്പിൻ്റെ ഓർമ്മകളും പേറിക്കൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നതെങ്കിൽ ഒരു കാര്യം മുന്നവേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ശുഭകരമാക്കുവാൻ, അനുഗ്രഹമാക്കുവാൻ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചന ധ്യാനിക്കുകയും തന്നെയുമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും കയ്പിൻ്റെ സകല പഴയ അനുഭവങ്ങളും മറന്ന് ദൈവമായ കർത്താവ് ചെയ്യാൻ പോകുന്ന നന്മകൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ ദിവസം ആരംഭിക്കേണ്ടത്. ദൃഢനിശ്ചയവും കഠിന പ്രയത്നവും ശുഭാപ്തി വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം പുതിയ ചില നന്മകൾ കാണുക തന്നെ ചെയ്യും. എത്ര നാളായി അടഞ്ഞുകിടന്ന വഴിയാണെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനത്തോടെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി ആ വഴി വീണ്ടും തുറക്കും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ശാമുവേൽ 2-ാം പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം വായിക്കട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് ദൈവത്താൽ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ട്, അതോടൊപ്പം എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ശൗലിൻ്റെ. അതെ, ശൗലിൻ്റെ കയ്യിൽ നിന്നും ദൈവം ദാവീദിനെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പാടി സന്തോഷിച്ച ഒരു പാട്ടാണ് ഈ അധ്യായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും എന്ന് പറയുന്നതിൽ തെറ്റില്ല. ജീവിതത്തിൻ്റെ കയ്പുകൾ ധാരാളം കുടിച്ച ആളാണ് ദാവീദ്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന സ്ഥാനത്ത് നിന്നാണ് ദാവീദിനെ ദൈവം ഇത്രത്തോളം ഉയർത്തതെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളും ദൈവപ്രവർത്തികളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കൽ യേശുതമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ 10 കുഷ്ഠരോഗികളെ ഒരേ സമയം സൗഖ്യമാക്കി. അതായത് കർത്താവിനെ കണ്ടിട്ട് ഇവർ അലറി വിളിച്ച് കരയാൻ തുടങ്ങി, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. യേശു അവരോട് പറഞ്ഞത്, പോയി നിങ്ങളെ തന്നെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അവർ 10 പേരും പോയ വഴിയിൽ സൗഖ്യം പ്രാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇവരിൽ 9 പേരും കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ശമര്യക്കാരനായ ഒരുവൻ മാത്രം തിരികെ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, നോക്കൂ, 10 പേരല്ലേ സൗഖ്യമായത്, ഈ ഒരാൾ മാത്രം മടങ്ങി വന്ന് നന്ദി കരയറ്റിയല്ലോ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏത് തരക്കാരാണ്? ഇതിൽ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കാൻ പറ്റുന്നത്? ഈ 9 പേരുടെ കൂടെയാണോ? ഈ 10ാമത് കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് നന്ദി പറഞ്ഞ ഈ ആടിൻ്റെ കൂടെയാണോ? നോക്കൂ, ദാവീദ് തനിക്ക് കർത്താവ് കൊടുത്ത സകല ജയവും ദൈവത്താലാണ് ലഭിച്ചതെന്ന പൂർണ്ണബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഒട്ടും മടിക്കാതെ ദൈവത്തിന് പാടി ആർത്ത് സന്തോഷിക്കാൻ തുടങ്ങി. പല ആളുകളോടുമുള്ള പരിചയത്തോടുള്ള ബന്ധത്തിലും അനുഭവത്തിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. പലപ്പോഴും എല്ലാം ശുഭകരമായി തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പലതിനും ആരംഭം കുറിക്കുവാൻ ഒരുപാട് സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ നെയ്തു കൂട്ടിയിട്ട് അത് വേണ്ട നിലയിൽ ഫലകരമായി പോകാതെ ജീവിതത്തിൽ കയ്പ് കുടിക്കേണ്ടി വന്ന ആളുകൾ, അവർ കരുതി വച്ചിരുന്ന ഒരുപാട് സന്തോഷ പദ്ധതികളുണ്ടായിരുന്നു, അതെല്ലാം അസ്ഥാനത്തായി. നമുക്ക് ദൈവം ഒരു ജയം തന്നെങ്കിൽ ഓർത്തോണേ, ദുരന്തം കാത്തിരുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടാണ് ദൈവം നമുക്ക് ഈ ജയം തന്നിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, ദൈവം തന്ന ജയമെന്ന് ഉറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവമാണ് എനിക്ക് ജയം തന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ആരൊക്കെ പരിഹസിച്ചാലും നിന്ദിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവത്തിന് മഹത്വം കരയറ്റേണ്ട സമയങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. ദൈവത്തിന് മഹത്വം കരയറ്റണം. ദാവീദ് പാടിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ ഒരു വരി എഴുതി ചേർക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇപ്പോൾ വായിച്ച വാക്യത്തിന് നേരെ മുകളിലുള്ള 29ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. തനിക്ക് ലഭിച്ച എല്ലാ നന്മകളും എല്ലാ വെളിച്ചങ്ങളും പ്രകാശവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് പൂർണ്ണമായ ബോധ്യം തനിക്കുണ്ടായിരുന്നു. തന്നെയുമല്ല, ഒരു ഉറപ്പും കൂടി താൻ കൈമാറുകയാണ്: യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അല്പമൊരു വെളിച്ചമുണ്ടെങ്കിൽ അതുകൂടി കുത്തിക്കെടുത്തി കളയാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെ നടുവിൽ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. അതായത് ഏത് അന്ധകാരം എന്നെ മൂടാൻ ശ്രമിച്ചാലും അതിനെ പ്രകാശമാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്.
പിന്നെ ദാവീദ് പറയുന്നത്, ഞാൻ പടക്കൂട്ടത്തിന് നേരെ ചെല്ലുമെന്നല്ല, ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ചെല്ലും. യുദ്ധം എത്ര ഭീകരമാണെങ്കിലും എത്ര ഭയങ്കരമാണെങ്കിലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം പരാജയമാവില്ല, ജയമാവുക തന്നെ ചെയ്യും. ദാവീദ് പാടുന്നത് ഇങ്ങനെയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നോക്കൂ പ്രിയരെ, ജയത്തിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഏത് കൂറ്റൻ മതിലുകളും നിങ്ങൾക്ക് ചാടിക്കടക്കത്തക്ക നിലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കേണ്ടതും ഓരോ പ്രവൃത്തികളും ചെയ്യേണ്ടതും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാം സാധ്യമെന്ന് വിശ്വസിക്കത്തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.